الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ولا تخزني يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യ വിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മുസ്ലിം ലോകം പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ്. നമുക്കും നിറഞ്ഞ മനസ്സോടുകൂടി ആത്മാർത്ഥമായി തന്നെ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനാകണം.
പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭൗതികമായ മുന്നൊരുക്കത്തെ സംബന്ധിച്ച് നമ്മളൊക്കെ ഉത്ബുദ്ധരാണ്. റമദാനായി കഴിഞ്ഞാൽ റമദാനെ സ്വീകരിക്കാൻ വേണ്ടി അരിയും മല്ലിയും മുളകും മസാല കൂട്ടുകളൊക്കെ റെഡിയാക്കാനുള്ള തന്ത്രപ്പാടിലാണ് നമ്മുടെ സ്ത്രീകൾ. ചില നാടുകളിലെല്ലാം നനച്ചുകുളി എന്നുള്ള പേരിൽ ചില ഒരുക്കം കാണാറുണ്ട്. വീട്ടിലുള്ള അഴുക്കും മാലിന്യങ്ങളും മാറാലകളും ഒക്കെ തട്ടി ഫർണിച്ചറുകളും ബെഡും തൻ്റെ ചുറ്റുപാടുമൊക്കെ വൃത്തിയാക്കാറുണ്ട്. നനച്ചുകുളി എന്നുള്ള ഓമന പേര് പല നാടുകളിലും ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ വീട്ടിൽ വേണ്ട അത്യാവശ്യ അറ്റകുറ്റപ്പണികളും അതുപോലെ തന്നെ വേണ്ട മാറ്റത്തിരുത്തലുകളുമൊക്കെ നമ്മൾ നടത്തി വരുന്നു. ഇതിനേക്കാൾ ഉപരി നമ്മളൊക്കെ ചെയ്യേണ്ട ചില സംഗതികളുണ്ട്. നമ്മുടെ വീടുകളിൽ, നമ്മുടെ റൂമുകളിൽ, നമ്മുടെ ഓഫീസുകളിൽ മാറാല പിടിച്ചത് നമ്മൾ വൃത്തിയാക്കുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ചില മാറാലകൾ കൂടി നമ്മൾ തട്ടേണ്ടതുണ്ട്. അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും ബഹുദൈവ വിശ്വാസത്തിൻ്റെയും പാപത്തിൻ്റെയും തെറ്റുകളുടെയും 1000 മാറാല കൊണ്ട് മലീമസമായി കിടക്കുകയാണ് നമ്മുടെ മനസ്സുകൾ. ഭൗതികമായ ഒരുക്കം നടത്തുന്നതിനേക്കാൾ ഉപരിയായി മാനസികമായി ആത്മീയമായി പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങിയിരിക്കണം. ശാരീരിക വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ ഉത്ബുദ്ധരാണ്. ഒരാളും നമുക്ക് നിർദ്ദേശങ്ങൾ നൽകേണ്ടതില്ല. പ്രത്യേകിച്ചും നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം, മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആനുകാലിക സാഹചര്യത്തിൽ എന്ത് ചെയ്യണം, എങ്ങനെ അതിനെ നേരിടണം എന്നതിനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ആത്മീയ വിഷയത്തെ സംബന്ധിച്ച് ബഹുഭൂരിഭാഗം ആളുകളും അശ്രദ്ധയിലാണ്. എങ്ങനെ ആത്മീയമായിട്ടുള്ള വേസ്റ്റുകളെ, പാപത്തിൻ്റെ കറകളെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് പല ആളുകൾക്കും അറിയില്ല. ഒരു നാട്ടിലെ ഒരു രാജാവ് നന്നായാൽ ആ നാട് നന്നായി. ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഭരണം ആ രാജാവിൽ നിന്ന് പ്രതീക്ഷിക്കാം. രാജാവ് കേടുവന്നാലോ? മൂല്യബോധമില്ലാത്ത, സൂക്ഷ്മബോധമില്ലാത്ത, പ്രജകളോട് യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു രാജാവ് ഭരിക്കുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒരു രാജാവിൻ്റെ സ്ഥാനമാണ്, ഒരു നാട്ടിലെ ഒരു രാജാവിൻ്റെ സ്ഥാനമാണ് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിനുള്ളത്. രാജാവ് നന്നായാൽ നാട് നന്നാകുന്നത് പോലെ നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം നന്നായാൽ നമ്മൾ നന്നായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്ന ഫിൽ ജസദി ലമുദ്അ, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്.
മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹൽ ജസദു കുല്ലു. ആ മാംസപിണ്ഡം എങ്ങാനും നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. വഇദാ ഫസദൽ ജസദു കുല്ലുഹു. ആ മാംസപിണ്ഡമെങ്ങാനും കേടുവന്നാൽ ശരീരം മുഴുവൻ കേടുവന്നു. അലാ ഫഹിയൽ കൽബു. അതാണ് ഹൃദയം. നമ്മുടെ ഹൃദയം കേടുവന്നാൽ, മനസ്സ് കേടുവന്നാൽ നമ്മുടെ ശരീരം മുഴുവൻ കേടായി. നമ്മുടെ ഹൃദയം നന്നായാൽ, നമ്മുടെ മനസ്സ് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. നമ്മുടെ നന്മ തിന്മകൾ തൂക്കിക്കണക്കാക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ തിരുനോട്ടം നമ്മുടെ മനസ്സിലേക്കാണ്. ഒരു കർമ്മം ചെയ്യുമ്പോൾ, ഒരു പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, ഒരു ആരാധന ചെയ്യുമ്പോൾ, അത് ചെയ്യുമ്പോഴുള്ള നമ്മുടെ മാനസികാവസ്ഥയാണ് പടച്ചവൻ ചെക്ക് ചെയ്യുന്നത്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും. നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് റബ്ബ് നോക്കുന്നില്ല. വലാ ഇലാ സുവരിക്കും. നിങ്ങളുടെ രൂപങ്ങളിലേക്ക്, ഭംഗിയിലേക്ക്. വലാകിന്നല്ലാഹ യൻദുറു ഇലാ ഖുലൂബിക്കും. അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് മാത്രം. പുറം ചട്ടയോ ജാടയോ അള്ളാഹു നോക്കുന്നില്ല. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠവാൻ, അയ്യുന്നാസു അഫ്ളലു, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനാരാ? കാല കുല്ലു മഖ്മൂമൽ കൽബി. ഹൃദയത്തിൻ്റെ വിശുദ്ധിയുള്ളവനാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ. വസദൂഖുൽ ലിസാൻ. നാവിൻ്റെ സത്യസന്ധതയും. നാവ് നന്നാകണം, ഹൃദയവും നന്നാകണം. കാല സുദൂഖുൽ ലിസാനു നഅരിഫു. നാവിൻ്റെ സത്യസന്ധത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയ പ്രവാചകരെ. മനസ്സിൻ്റെ സത്യസന്ധത എന്താണ്? നാവിൻ്റെ സത്യസന്ധത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം. മനസ്സിൻ്റെ സത്യസന്ധത എന്താണ് പ്രവാചകരെ? പ്രവാചകൻ പറഞ്ഞു, ഹുവ അത്തഖിയ്യു വന്നഖിയ്യു. സൂക്ഷ്മത കാണിക്കുകയും വിശുദ്ധിയുള്ള മനസ്സാണ് ഹൃദയത്തിൻ്റെ വിശുദ്ധിയുള്ളവൻ. ലാ ഇസ്മ ഫീഹി. ഒരു പാപത്തിൻ്റെ കരണ്ടാവില്ല എന്നാണ്. വലാ ബഗിയ. പകയുണ്ടാവില്ല. വലാ ഹില്ല. വിദ്വേഷവും ഉണ്ടാവില്ല. വലാ അസദ. അസൂയ ഉണ്ടാവില്ല. അസൂയയോ പകയോ വിദ്വേഷമോ വെറുപ്പില്ലാത്ത മനസ്സ്. നമ്മളെ മനസ്സിൻ്റെ ഒക്കെ അവസ്ഥ എന്താ? നമ്മൾ ഈ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കുമ്പോൾ നന്നാകേണ്ടത് നമ്മളെ മനസ്സാണ്. നമ്മുടെ മനസ്സിൽ ഒരാളെക്കുറിച്ചും പകയോ വിദ്വേഷമോ വെറുപ്പോ ഇല്ല എന്ന് പറയാൻ കഴിയുമോ? പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോക്കാനുള്ള മെഷീനുണ്ട്. നമ്മളെ മനസ്സിൽ ആരൊക്കെക്കുറിച്ച് വിദ്വേഷമുണ്ട്, വെറുപ്പുണ്ട്, ശത്രുത ഉണ്ട് നോക്കാനുള്ള ഒരു ഉപകരണം നമ്മളെടുത്തില്ല, പടച്ചോൻ്റെ അടുത്തുള്ളത്. നമ്മുടെ മനസ്സിൽ നിന്ന് പകയും കുശുമ്പും വിദ്വേഷവും വെറുപ്പും നീക്കം ചെയ്തെങ്കിലേ നമ്മുടെ അമല് പടച്ചോ സ്വീകരിക്കുള്ളൂ. ഒരാളെക്കുറിച്ച് പകയും വിദ്വേഷവും വെറുപ്പും ഉണ്ടെങ്കിൽ അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കില്ല എന്നാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ, തെറ്റുകൾ, പാപങ്ങൾ നമ്മുടെ മനസ്സിലൊക്കെ കറ പുരണ്ടിരിക്കുന്നു എന്നാണ്.
ഒരു വെള്ള കടലാസ് പോലെയുള്ള ഹൃദയം തന്ന പടച്ചോന് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അനുസൃതമായിക്കൊണ്ട് നമ്മുടെ തെറ്റ് നമ്മുടെ മനസ്സിങ്ങനെ മൂടിയോണ്ട് കിടന്നാണ്. ഖുർആൻ ക്ലാസ് കേട്ടിട്ടോ, ഹദീസ് കേട്ടിട്ടോ, പ്രഭാഷണങ്ങൾ കേട്ടിട്ടോ നമ്മുടെ മനസ്സിന് യാതൊരു കുലുക്കമോ ഒരു വിപ്ലവമോ ഒരു മാറ്റവും ഇല്ലാത്തതിൻ്റെ കാരണം എന്താ? മലീമസമായി കിടക്കുകയാണ്. നമ്മളൊരു പ്രഭാഷണം കേട്ട് കഴിഞ്ഞാൽ അതിലെന്താണ് വിമർശിക്കാനുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കുക. കാരണം എന്താ? എനിക്കതിൽ ഉൾക്കൊള്ളാൻ, ഞാൻ സ്വീകരിക്കാൻ എന്തുണ്ടെന്ന് ആരാലോചിക്കൽ? കുത്തുബൊക്കെ തരും. പക്ഷെ ആ പറഞ്ഞത് മൗലവി ശരിയായില്ല അറിയും. ശരിയായത് ബാക്കിയെടുത്തൂടെ? നല്ല അരി വാങ്ങിയാൽ നല്ല ഉഷാറായിട്ട് സംഖ്യ കൊടുത്തിട്ട് നമ്മളൊരു ബിരിയാണിൻ്റെ അരി വാങ്ങിയാൽ ചിലപ്പോൾ ചേറിക്കളയാൻ കുറച്ചൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പം സ്വീകരിക്കാവുന്നത് നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം നമ്മുടെ മനസ്സ് നിറച്ച് മാലിന്യം, വേസ്റ്റ് നിറഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങളൊക്കെ നമ്മൾ കൂട്ടിയിട്ട് തീ കൊടുക്കണ മാതിരി എല്ലാ മാലിന്യങ്ങളും വേസ്റ്റുകളൊക്കെ ഒന്ന് കൂട്ടിയിട്ട് ഒന്ന് കരിച്ച് കളയണം. ശരിക്കും റമളാൻ എന്ന് പറഞ്ഞാൽ കരിച്ച് കളയുന്നതെന്നാണ്. നമ്മൾ നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള മാലിന്യങ്ങൾ കരിച്ച് കളയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാവിധ പാപത്തിൻ്റെ വേസ്റ്റുകളും പാപത്തിൻ്റെ കറകളും നമ്മൾ കരിച്ച് കളയണം. മനസ്സാണ് നന്നാകേണ്ടത്. അള്ളാഹുവിൻ്റെ പ്രവാചകനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ നമ്മുടെ മനസ്സ് തുരുമ്പ് പിടിക്കും. ഡ്രസ്സ് തുരുമ്പി പോകുന്നത് പോലെ, വസ്ത്രം തുരുമ്പി പോകുന്നത് പോലെ നമ്മുടെ ഈമാൻ ഒന്ന് ഉരുമ്പിപ്പോകുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒരു ചെറിയ കുഞ്ഞ് പിറന്നു വീണപ്പോൾ ഉള്ള മനസ്സില്ലേ, ആ മനസ്സ് തിരിച്ചു കൊടുക്കണം. പോകുമ്പോഴേ 60, 70, 80 കൊല്ലം ഇവിടെ ജീവിച്ച് ഇവിടുന്ന് മരിച്ചു പോകുമ്പോഴേ ആ മനസ്സ് തിരിച്ചു കൊടുക്കണം. എങ്ങനത്തെ ഒരു മനസ്സാണോ പടച്ചോൻ തന്നത് ആ മനസ്സ് തിരിച്ചു കൊടുക്കണം. വേറെ ഒന്നും പടച്ചോ നോക്കണില്ല. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു, റബ്ബിലാ തുഹ്സിനി യൗമ യുബ്അസൂൻ. പടച്ച തമ്പുരാനെ, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന മഹ്ശറയിൽ വെച്ചുകൊണ്ട് നീ എന്നെ നിന്ദിക്കല്ല റബ്ബേ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. മക്കളോ സമ്പത്തോ ഉപകരിക്കാത്ത മഹ്ശറയിൽ റബ്ബേ ഞങ്ങളെ നിന്ദിച്ച് കളയല്ലേ, പടച്ച തമ്പുരാനെ അപമാനിച്ച് കളയല്ലേ. ആർക്ക് മാത്രമേ രക്ഷയുള്ളൂ? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നല്ല മനസ്സുമായിട്ട്, പാപമില്ലാത്ത, കുറ്റമില്ലാത്ത, മാലിന്യങ്ങളില്ലാത്ത വിശുദ്ധമായ ഒരു മനസ്സുള്ള ആൾക്കാർ മാത്രം റബ്ബിൻ്റെ കോർട്ടിൽ രക്ഷപ്പെടും. സഹോദരങ്ങളെ, ഈ മനസ്സ് നന്നാക്കാനാണ് ഈ വരാനിരിക്കുന്ന റമളാൻ കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആത്മവിശുദ്ധി നേടിയവന് മാത്രമേ വിജയിക്കുള്ളൂ. നമ്മുടെ നമസ്കാരവും നോമ്പും സകാത്തും നമ്മുടെ മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കണമെങ്കിൽ മനസ്സ് നന്നാകണം. അള്ളാഹു പ്രകൃതിയിലെ 6 പ്രതിഭാസങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു പ്രഖ്യാപിക്കുക, വശംസി വളുഹാഹ. സൂര്യനും അതിൻ്റെ പ്രഭ തന്നെയാണ് സത്യം. വൽ ഖമരി ഇദാ തലാഹ. അതിനോട് ചേർന്ന് തരുന്ന ചന്ദ്രൻ തന്നെയാണ് സത്യം. വൻ നഹാരി ഇദാ ജല്ലാഹ. പകൽ അത് പ്രത്യക്ഷപ്പെടുമ്പോൾ അത് തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ യഗ്ശാഹ. രാത്രി ഇരുട്ട് മൂടുമ്പോൾ അത് തന്നെയാണ് സത്യം. വസ്സമായി വമാ ബനാഹ. ആകാശത്തെ അത് സൃഷ്ടിച്ച, സംവിധാനിച്ച രീതി തന്നെയാണ് സത്യം. വൽ അർളി വമാ ത്വഹാഹ. ഭൂമിയെ പരത്തിയ രീതിയെ തന്നെയാണ് സത്യം. വനഫ്സിൻ വമാ സവ്വാഹ. ആത്മാവിനെ സംവിധാനിച്ച രീതി തന്നെയാണ് സത്യം.
ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. ആ ആത്മാവിന് അള്ളാഹു ബോധനം നൽകി. ആദ്യം ബോധനം നൽകിയ തരങ്ങൾ ഫുജൂറഹ, തെറ്റാണ്. നന്മന്റെ മുന്നേ നമ്മുടെ ആത്മാവിന് ബോധനം നൽകിയത് ഫുജൂറഹ, തമ്മാടിത്തത്തെ കുറിച്ചാ. ഉവ തെക്കുവാഹ, അതിനെക്കുറിച്ച്. അതിനുശേഷം തെക്കുവയെ കുറിച്ചും. എന്നിട്ട് അള്ള പറയും, ആറ് പ്രകൃതി പ്രതിഭാസങ്ങളെ മുൻനിർത്തിക്കൊണ്ട് റബ്ബ് പറയാ, ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആത്മാവിനെ വിശുദ്ധമാക്കിയവൻ വിജയിച്ചിരിക്കുന്നു. ധാരാളം ബാങ്ക് ബാലൻസ് ഉള്ളവൻ വിജയിച്ചു എന്നല്ല, ബിസിനസ് ഉള്ളവൻ വിജയിച്ചു എന്നല്ല, രാജകൊട്ടാരം പോലെയുള്ള പാലസ് പോലെയുള്ള വീടുണ്ടായവൻ വിജയിച്ചു എന്നല്ല, വലിയ വലിയ വാഹനങ്ങൾ ഉണ്ടായവൻ വിജയിച്ചു എന്നല്ല. ആത്മാവിനെ, മനസ്സിനെ വിശുദ്ധമാക്കിയവൻ വിജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹ, ആത്മാവിനെ മലിനപ്പെടുത്തിയവൻ പരാജയപ്പെട്ടു എന്നാണ്. അപ്പം നമ്മളെ കർമ്മങ്ങൾ, റമദാനിലെ നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കണമെങ്കിൽ മനസ്സാണ് നന്നാകണം. അതിനുള്ള ഒരുക്കം നടത്താനുള്ള ദിവസമാണ് റമദാൻ്റെ മുമ്പിലുള്ള ദിവസം. നിങ്ങളൊരു നൂലുമലൈ ഒരു ചെറിയ പക്ഷിയുടെ തൂവൽ കെട്ടിയാൽ അതെങ്ങനെ കാറ്റത്ത് ആടി കളിക്കുക? അപ്പൂപ്പന്താടി എങ്ങനെയാണ് കാറ്റത്ത് ഇങ്ങനെ ആടി കളിക്കുക? ഇതേപോലെയാണ് നമ്മളെ മനസ്സെന്ന. എങ്ങനെ? നൂലിൽ ബന്ധിച്ച ഒരു പക്ഷിയുടെ തൂവൽ ആടിക്കളിക്കുന്ന രൂപത്തിൽ നമ്മുടെ മനസ്സിങ്ങനെ മൂഡ് ഇങ്ങനെ ചേഞ്ച് ആവും. രാവിലെയുള്ള മൂടാവൂല, ഉച്ചക്കുണ്ടാകുക. ഉച്ചക്കുള്ള മനസ്ഥിതിയാകൂല, വൈകുന്നേരം ഉണ്ടാകുക. അതിങ്ങനെ മാറി മറിഞ്ഞ്, കൽബ് എന്ന് പറഞ്ഞാൽ തന്നെ തരങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇങ്കലബ കേട്ടില്ല നിങ്ങൾ? കൽബ, കലബ, ഇങ്കലബ എന്ന് പറഞ്ഞാൽ മാറി വരിക. ഇംഗ്ലാബ് പറഞ്ഞെന്താ? എല്ലാ രാഷ്ട്രീയക്കാരും പറഞ്ഞ വാചക ഇംഗ്ലാബ്, അറബി പദ. ഇംഗ്ലാബ് പറഞ്ഞ മാറ്റം വരണം, പരിവർത്തനം വരണം, വിപ്ലവം വേണമെന്നാ. അപ്പം മനസ്സിങ്ങനെ മൂഡ് ഇങ്ങനെ മാറിക്കൊണ്ട് നിൽക്കും. നമ്മളെ ചില വാക്കൊക്കെ മാറ്റി പറയല്ലോ, നീ വന്നപ്പോൾ എൻ്റെ മൂഡ് ശരിയില്ല. പിന്നെ നമ്മൾ പറഞ്ഞ് നമ്മൾ തിരുത്തുന്ന നമ്മളെല്ലാവരും മനസ്സും ഇങ്ങനെയാണെന്നാണ്. ഒരു നൂലിൽ ബന്ധിച്ച ഒരു തൂവല് കാറ്റത്ത് ഇളകി മറിയുന്നത് പോലെ മനസ്സിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. സാഹചര്യത്തിനനുസരിച്ച് ഇങ്ങനെ മാറുന്ന. നമുക്ക് ഒന്നിൻ്റെ മാതിരി നിറം മാറാൻ പറ്റുമോ? മക്കത്ത് എന്നാൽ ഒരു രീതി, മുക്കത്ത് എന്നാൽ മറ്റൊരു രീതി. ചില ആൾക്കാർ ഇവിടെ ഷാഫി മദ്ഹബായ ചില ആൾക്കാർ കാബ തവാഫ് ചെയ്യുമ്പോൾ പെട്ടെന്നുണ്ടല്ലോ ഓന്ത് കളറ് മാറണമാതിരി പെട്ടെന്ന് മദ്ഹബണ് മാറും. തവാഫ് ചെയ്യുന്നതിനിടയിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ തൊട്ട് കഴിഞ്ഞാൽ ഷാഫി ഇമാമിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഒതു പോയിന്നാ. അനഫിക്കതില്ല, ഇമാം അനഫിക്കതില്ല, എന്നിട്ട് അവിടെ നിന്ന് മാറുക. ഇങ്ങനെ മാറാൻ പറ്റുന്നതാണ് നമ്മളെ രീതി. സാധാരണ നമ്മൾ പറയാറുണ്ട്, ചേറിയ തിന്നുന്ന നാട്ടിൽ വന്നാൽ എങ്ങനെ നടുക്കണ്ടം. ആരെ പറഞ്ഞത്? നമ്മൾ അങ്ങനെ പറഞ്ഞു ശീലിച്ചത് ചേറിയ തിന്നുന്ന നാട്ടിൽ വന്നാൽ നടുക്കണ്ടം തിന്നണമെന്നാണ്. ജനറേഷൻ അനുസരിച്ച്, കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറണോ? ഇസ്ലാമികമായ ചിന്താഗതി മാറ്റം വരാൻ പാടില്ല. ആധുനികമായ ടെക്നോളജിയിലുള്ള മാറ്റം നമുക്ക് സ്വീകരിക്കാം. പക്ഷേ ഇസ്ലാമികമായിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാട്, വീക്ഷണങ്ങൾക്ക് യാതൊരു മാറ്റം ഉണ്ടാകാൻ പാടില്ല. ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബു. നിങ്ങളുടെ മനസ്സ് നന്നാകാതെ, ഒരാളുടെ മനസ്സ് നന്നാകാതെ അയാളുടെ ഈമാൻ നന്നാകുകയില്ല. ഈമാൻ ഉള്ളവനാണ് മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ. ആ വിശ്വാസികൾക്ക് മാത്രമാണ് സ്വർഗമുള്ളത്. അപ്പോൾ ഈമാൻ നന്നാകാതെ, മനസ്സ് നന്നാകാതെ ഈമാൻ നന്നാവൂല എന്നാണ്. വലാ യസ്തഖീമു ഖൽബു ഹത്താ യസ്തഖീമ ലിസാനു. നാവ് നന്നാകാതെ. എല്ലില്ലാത്ത രണ്ട് അവയവമുണ്ടല്ലോ നമുക്ക്. എല്ലില്ലാത്ത രണ്ട് അവയവങ്ങൾ കൊണ്ടാണ് എൻ്റെ ഉമ്മത്തിലെ അധികം ആളുകളും നരകം വിലക്ക് വാങ്ങുന്നത്. ഒന്ന് നാവും ഒന്ന് ഗുഹാവയവമാണ്. നാവിന് എല്ലൊന്നില്ലല്ലോ. നാവിന് എല്ലൊന്നില്ലല്ലോ എന്തും പറയാൻ നമ്മൾ മനസ്സിലാക്കി വെച്ചത്.
നാവ് നന്നാകാതെ ഹൃദയം നന്നാവില്ല, ഹൃദയം നന്നാകാതെ ഈമാനും നന്നാവില്ല. സഹോദരങ്ങളെ, നമ്മുടെ പ്രവർത്തനങ്ങൾ, വാക്കുകൾ, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ സമീപനങ്ങൾ, നമ്മുടെ പ്രതികരണങ്ങൾ നന്നാകണം. അപ്പം നമ്മുടെ ഹൃദയം നന്നാകും. ഹൃദയം നന്നായി ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കാൻ കഴിയും. ഇപ്പം നിങ്ങൾ ആലോചിച്ച്, ഗ്രൂപ്പിസും എത്ര തവിട് കൂടിയാലും ഒരാളെ കാണുമ്പോൾ ചിരിച്ചാൽ എന്തെങ്കിലും ചാടി പോകും. നമ്മളെ ഗ്രൂപ്പ് പെട്ട ആളല്ല. ഞാൻ ഇവിടെ വന്നിട്ട് സലാം പറഞ്ഞിട്ട് കയ്യരാത്ത എത്ര ആൾക്കാരുണ്ട്? നിങ്ങൾ തിരിഞ്ഞാണ് പോകും. അപ്പോൾ ആൾ തന്നെ മനസ്സിലായി നമ്മളിപ്പോൾ എല്ലാം. എന്തിനാണ് ഒരാളെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും ഒരു കൈ എന്നാൽ, അല്ലെങ്കിൽ ഒന്ന് തൊലാക്കത്തിൽ വച്ച് കാണുമ്പോൾ ഒന്ന് ചിരിക്കാൻ കഴിയുക. ഇങ്ങനെ അട്ടസിക്കൊന്നും വേണ്ട, ഒന്ന് പുഞ്ചിരിക്കുക. സ്വതക്കെയാണെന്നാ ഒരാൾക്ക് കൈ കൊടുത്താൽ പ്രവാചകന് അയാൾ കൈ വലിച്ചതിന് മുന്നേ പ്രവാഹം വലിച്ചൂല. ഇത് കൈ കൊടുക്കണ്ടില്ലേ, മുഖത്തേക്ക് നോക്കിയാൽ മതിയിരുന്നു. ഇതെന്താ നിങ്ങൾ, ഇത് നമ്മളെ മനസ്സിൽ കിബിറുണ്ടായിട്ടാ, അഹങ്കാരം ഉണ്ടായിട്ടാ. ഓന് ഞാൻ കൈ കൊടുക്കേ. ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാനുള്ളൊരു കാരണം അഹങ്കാര. തീ കൊണ്ടുണ്ടാക്കിയ ഞാന്, കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ആദമിന് സുജു നമ്മളെ സ്റ്റാറ്റസിന് യോജിച്ചതല്ല. ഓന് നമ്മൾ കൈ കൊടുക്കേ. അത് നമ്മളെ നിലവാരത്തിൻ്റെ ചില കല്യാണത്തിനൊക്കെ പോയാൽ കാണാം VIP മാത്രം ഇരിക്കാനോ സ്ഥലം. അവിടെ VIP മാത്രം, അവർക്ക് മാത്രം പ്രത്യേക ഭക്ഷണം. എല്ലാവരും നമ്മൾ ഒരേ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ധനികന്മാരെ മാത്രം വിളിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന സദ്യയാണ് ഈ ദുനിയാവിന് ഏറ്റവും മോശമായ സദ്യ എന്നാണ്. വിളിച്ചോലൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. വ്യത്യാസം നമ്മൾ കാണിക്കാൻ പാടില്ല. അഹങ്കാരമുള്ള കിബിറുള്ള ആളുകളുടെ സ്വഭാവം. അപ്പം മനസ്സ് നന്നാക്കണം. നമ്മളെങ്ങാനും നമ്മുടെ ആത്മീയ കാര്യങ്ങളെ ശ്രദ്ധിക്കാതെ തോന്നിയ പോലെ താൻ തോന്നിയായി ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയില്ല, നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാണ് നമ്മൾ കരുതാത്ത. നമ്മൾ പറഞ്ഞു, നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ പല കാര്യവും നമ്മളറിയാതെ ചെയ്തു പോയി. ഇന്ന് നാവ് നട വന്നുപോയി, ഞാനങ്ങ് ചെയ്തു പോയി. പലരും പറയാറില്ല, എന്താ കാരണം? ആത്മീയ വിശുദ്ധി നേടിയില്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്കാവില്ല. സൂറത്തു അൻഫാലിലെ 24-ാമത്തെ ആയത്ത്, സൂറത്തു അൻഫാലിലെ 24-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു സ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും. അല്ലാഹുവും അല്ലാഹുവിൻ്റെ റസൂലും നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ ആ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകണം. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നിങ്ങളെ മാടി വിളിക്കുന്നുവെങ്കിൽ ആ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകണം. ഇല്ലെങ്കിലോ ലിമാ യുഹീക്കും, നിങ്ങൾക്കൊരു പുതുജീവൻ നൽകാൻ, ഒരു ആത്മീയ വിശുദ്ധി നേടാൻ ഖുർആനും പ്രവാചകനും അല്ലാഹു നിങ്ങളെ വിളിച്ചാൽ ആ വിളിക്ക് നിങ്ങൾ ഉത്തരമേകണം. എന്നിട്ട് പറഞ്ഞ വാചകമാണ് അടിവരേണ്ടത്. വഅലമൂ, നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വ ഖൽബി, നിങ്ങളുടെയും നിങ്ങളുടെ മനസ്സിൻ്റെയും ഇടയിൽ റബ്ബ് ഒരു കർട്ടനിടുന്ന, ഒരു മറടുന്ന, ഇജാബിടുന്ന, നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുന്ന വന്നഹും ഇലൈഹി തുശറൂൻ, കാലാകാലം ഇവിടെ ജീവിക്കാൻ കഴിയില്ല. പടച്ചവരിലേക്ക് തിരിച്ചു പോകണ്ട. അപ്പം മനസ്സ് നന്നാകണം. നമ്മൾ ഈ റമദാന് കൊണ്ട് നന്നാകേണ്ടത് മനസ്സാ. വീടിനേക്കാൾ പള്ളിയൊക്കെ ഉഷാറായി, നമ്മളോട് ഉഷാറായി മതി. പള്ളിയൊക്കെ നമ്മൾ മൊഞ്ചാക്കി അല്ലേ? ഇൻഷാ അല്ലാഹ് ശരിയാവും. നമ്മൾ അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് വൈകാതെ ഉണ്ടാവുന്ന പറഞ്ഞുള്ളൂ. അപ്പം അതോടൊപ്പം നമ്മൾ നന്നാക്കി നമ്മളെ മനസ്സാണ്. നിറഞ്ഞ മനസ്സോടുകൂടി, പുഞ്ചിരിയോടുകൂടി, കിബിറില്ലാതെ, അഹങ്കാരമില്ലാതെ, പകയില്ലാതെ, കുശുപ്പില്ലാതെ, വിദ്വേഷമില്ലാതെ, വെറുപ്പില്ലാതെ ഒരാളെ നമുക്ക് നേരിടാൻ കഴിയണം. ഖുർആൻ പറഞ്ഞില്ലേ, നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലദീന റബ്ബന ഉഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ
വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. പടച്ചോനെ, വിശ്വാസികളെ കുറിച്ച് ഒരാളെ കുറിച്ചും ഞങ്ങളെ മനസ്സിൽ ഒരു വിദ്വേഷമോ വെറുപ്പോ പകയോ ബാക്കിയാക്കല്ലേ. പടച്ചോനെ എല്ലാവർക്കും പുറത്തു കൊടുക്കുക. ഈ കാഴ്ചയിലേക്ക് വരണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമുക്ക് യോജിച്ച് ഒന്നിച്ച് നല്ല നിലക്ക് പോകാൻ കഴിയുന്ന മുഴുവൻ മേഖല ഒന്നിച്ചിരിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഛിദ്രതയിലായി എന്നുള്ളത് നമുക്കുള്ള പരീക്ഷണമാണ്. ഛിദ്രതയിലായി, ഭിന്നതയിലായി എന്നുള്ളത് നമുക്കുള്ള പരീക്ഷണ. ആ പരീക്ഷണം തോറ്റുപോകാൻ പാടില്ല. മരിക്കണവരെ അള്ളാഹു നമ്മെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ റമദാന് കൊണ്ട് ആദ്യം നന്നാകേണ്ടത് നമ്മളെ അകന്ന മനസ്സുകൾ അടുക്കട്ടെ. പല കാരണങ്ങളുണ്ട്. ഒന്നിച്ച് ഒരേ രൂപത്തിൽ പ്രവർത്തിച്ച ആളുകൾ ഇന്ന് കണ്ടാൽ മിണ്ടാത്ത, വിളിച്ചാൽ വരാത്ത, ക്ഷണിച്ചാൽ വരാത്ത ഈ ആളുകളായി മാറിയിട്ടുണ്ടെങ്കിൽ മനസ്സ് നന്നാകത്തുണ്ട്. ഈ പരിശുദ്ധ റമദാന് കൊണ്ട് നമ്മുടെ മലിനമായ നമ്മുടെ മനസ്സിനെ വിശുദ്ധമാക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിഞ്ഞ് നാളെ പരലോകത്ത് റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിൽ എത്തിപ്പെടാൻ കഴിയുന്ന യഥാർത്ഥ നോമ്പുകാരിൽ ഉൾപ്പെടാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.